ഹലോ ഫ്രണ്ട്സ്, 2024 നടന്ന 10th പ്രിലിംസിൻ്റെ PYQ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസാണ് നോക്കിയത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ 9ാമത്തെ ക്വസ്റ്റ്യൻസ് തൊട്ടാണ് നമുക്ക് നോക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? 1. അതിർത്തി ഗാന്ധിയുടെ മരണം. 2. മലബാർ കലാപം. 3. ക്ഷേത്രപ്രവേശന വിളംബരം. 4. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. ഈ കാലഗണനാക്രമത്തിലാക്കണമെങ്കിൽ നമുക്ക് ഇയർ അറിഞ്ഞിരിക്കണം. അപ്പം അതിൽ നമുക്ക് അറിയാവുന്ന എല്ലാവർക്കും അറിയപ്പെടുന്നത് മലബാർ കലാപം 1921 അറിയാം. ക്ഷേത്രപ്രവേശന വിളംബരം അറിയാം 1936. നെഹ്റു അന്തരിച്ച വർഷം 1964 മെയ് 27. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. അദ്ദേഹം മരിച്ചത് 1988. അപ്പം ഇത് കാലഗണനാ ക്രമത്തിലാക്കുമ്പം നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 3, 4, 1. 2 ഏതാ? മാപ്പിള കലാപം. ഫസ്റ്റ് വരുന്നത് മാപ്പിള കലാപം 1921. ക്ഷേത്രപ്രവേശന വിളംബരം 1936. നെഹ്റു അന്തരിച്ച വർഷം 1964. അതിർത്തി ഗാന്ധിയുടെ മരണം 1988. ഇതാണ് ഓർഡർ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് 1921 മലബാർ കലാപം. സെക്കൻഡ് ക്ഷേത്രപ്രവേശന വിളംബരം 1936. നെഹ്റുവിൻ്റെ മരണം 1964. അതിർത്തി ഗാന്ധിയുടെ മരണം 1988. അടുത്ത ക്വസ്റ്റ്യൻ. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17. 2. KLRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 4. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. 1, 2, 3 പ്രസ്താവന ശരിയാണ്. 4ാമത്തെ മാത്രമാണ് തെറ്റ്. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ അല്ല, 8ാമത്തേതാണ്. അതാണ് ഇതിൽ തെറ്റ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? എ. മണിപ്പൂർ. ബി. മേഘാലയ. സി. ത്രിപുര. ഡി. നാഗാലാൻഡ്. ആൻസർ മണിപ്പൂർ. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂർ. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കേബിൾ ലംജാവോ. അടുത്ത ക്വസ്റ്റ്യൻ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം? ക്വസ്റ്റ്യൻ ഒന്നുകൂടി. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും, നഗരത്തിലെ ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ അഹമ്മദാബാദാണ്. ആൻസർ കിട്ടിയല്ലോ. അഹമ്മദാബാദ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് അഹമ്മദാബാദിനെ അറിയപ്പെടും. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നതും അഹമ്മദാബാദ്. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഭോപ്പാൽ, മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം? ഓപ്ഷൻ എ സെയ്ദ്. ബി മൺസൂൺ. സി റാബി. ഡി ഖാരിഫ്. ആൻസർ വരുന്നത് ഏതാണ്? ഖാരിഫ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അപ്പോൾ ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് ജൂൺ, അതായത് മൺസൂണിൻ്റെ ആരംഭത്തിലാണ് വിള ഇറക്കുക. വിളവെടുപ്പ് കാലം എപ്പോഴാണ്? സെപ്റ്റംബർ. മൺസൂണിൻ്റെ അവസാനം, ജൂൺ ടു സെപ്റ്റംബർ. അതിലുള്ള പ്രധാന വിളകൾ നെല്ല്, ചോളം, പരുത്തി. തിനവിളകൾ ചണം, കരിമ്പ്, നിലക്കടല എന്നിവ. റാബി വിളയിറക്കുന്ന കാലം ഒക്ടോബറും വിളവെടുപ്പ് കാലം മാർച്ചുമാണ്. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ ഇവയാണ് പ്രധാന വിളകൾ റാബിയിലെ. സെയ്ദ് വിളയിറക്കൽ കാലം മാർച്ചും വിളവെടുപ്പ് കാലം ജൂണുമാണ്. പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും. ക്ലിയർ ആണല്ലോ. 14ാമത്തെ ക്വസ്റ്റ്യൻ. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം? എ ആരവല്ലി. ബി സഹ്യാദ്രി. സി ഏലമലക്കുന്നുകൾ. ഡി നീലഗിരി കുന്നുകൾ. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ആരവല്ലി. 15ാമത്തെ ക്വസ്റ്റ്യൻ. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം? ആൻസർ ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. പൊട്ടാഷിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് മണ്ണിൽ കൂടുതലുള്ളത്. ഇരുമ്പ് ഓക്സൈഡിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം ഉണ്ടാവാൻ കാരണം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കിയാലോ.
16ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം, അതായത് ചെമ്പ്, കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക, ബംഗാൾ. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ, ചെമ്പ് നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണെന്ന്? ആൻസർ ബി, മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഏതാണ്? ഓപ്ഷൻ എ പീറ്റ്, ബി ലിഗ്നൈറ്റ്, സി ബിറ്റുമിനസ്, ഡി ആന്ത്രസൈറ്റ്. ആൻസർ വരുന്നത് ഡി ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റിൻ്റെ വേറൊരു പേരാണ് ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത്. കായാന്തര ശിലയിൽ കാണുന്ന ഏക കൽക്കരിയിനാണ് ആന്ത്രസൈറ്റ്. അതേപോലെ 80%-ത്തിലധികവും കാർബൺ അടങ്ങിയിട്ടുണ്ട് ആന്ത്രസൈറ്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ, മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ജാർഖണ്ഡ്, ബി ഒഡീഷ, സി തമിഴ്നാട്, ഡി തെലങ്കാന. ഓപ്ഷൻ സി ആണ് ആൻസർ. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ തമിഴ്നാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മിൽപ്പ, മസോർ, റോക്ക, ലഡാങ്. ആൻസർ എ ആണ്, മിൽപ്പയാണ് വെട്ടിച്ചൂട്ട് കൃഷി എന്നറിയപ്പെടുന്നത്. സ്പ്ലാഷ് ആൻഡ് ബേൺ എന്നറിയപ്പെടുന്ന കൃഷിയാണ് മിൽപ്പ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? എ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഖനന നിയന്ത്രണം, പശ്ചിമഘട്ട നിരകളിലെ നക്ഷത്ര ആമകളുടെ സംരക്ഷണം, സി യമുന നദിയിലെ രാസമലിനീകരണം തടയൽ, ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ആൻസർ ഡി ആണ്, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. അതാണ് ചിപ്കോ പ്രസ്ഥാനം. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമര പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് 1973 നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? മരത്തെ ആലിംഗനം ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്? ഓപ്ഷൻ 1937, 1936, 1930, 1935. ആൻസർ 1937. 1937 തിരുവിതാംകൂർ സർവകലാശാലയാണ് 1957 കേരള സർവകലാശാലയായി മാറിയത്. 1937 തിരുവിതാംകൂർ സർവകലാശാല 1957 കേരള സർവകലാശാലയായിട്ട് മാറി. 22ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക? ക്വിറ്റ് ഇന്ത്യ സമരം. 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ദൈവദശകം, വേദാധികാര നിരൂപണം, നവമഞ്ജരി, ദർശനമാല. വേദാധികാര നിരൂപണം ഗുരുവിൻ്റെ കൃതിയല്ല, അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ? എ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, എം ടി വാസുദേവൻ നായർ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ONV കുറുപ്പ്. ഇതിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കാത്തത് ആർക്കാണ്? സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കാണ്. ജ്ഞാനപീഠം പുരസ്കാരം നേടിയ 6 മലയാളികളാണുള്ളത്. ഒരാൾ ജി ശങ്കരക്കുറുപ്പ് 1965, SK പൊറ്റക്കാട് 1980, തകഴി ശിവശങ്കരപിള്ളയ്ക്ക് ജ്ഞാനപീഠം കിട്ടിയത് 1984, 1995 MT വാസുദേവൻ നായർ, 2007 ONV കുറുപ്പും, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ? എ രാധാകൃഷ്ണൻ കമ്മീഷൻ, 2 രംഗനാഥ മിശ്ര കമ്മീഷൻ, 3 കോത്താരി കമ്മീഷൻ, 4 മുഖർജി കമ്മീഷൻ. ഇതിലെ ആൻസർ 1, 3 ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട. 1 എന്ന് പറയുന്ന രാധാകൃഷ്ണൻ കമ്മീഷനും 3 കോത്താരി കമ്മീഷനും.
മുഖർജി കമ്മീഷൻ ആരാണ്? എന്താണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷിക്കാനുണ്ടായ കമ്മീഷൻ. ജസ്റ്റിസ് രംഗനാഥ മിശ്ര കമ്മീഷൻ ഇന്ത്യയിലെ ഭാഷാമത ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ഹൈദരാബാദ്, മുംബൈ, ബീഹാർ, ബംഗാൾ. ബീഹാറിൽ വെച്ചാണ്. സോറി ബീഹാറല്ല, ബംഗാളിലാണ് തേബാഗ കർഷക തൊഴിലാളി സമരം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയുന്നതല്ലേ. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ താഴെ പറയുന്നതിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്? ഗോവ, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, ട്രാൻക്യൂബർ. ട്രാൻക്യൂബർ ആണ് ആൻസർ. ട്രാൻക്യൂബർ എവിടെയാണ്? തമിഴ്നാടാണ് ട്രാൻക്യൂബർ. ട്രാൻക്യൂബറിൻ്റെ ഇപ്പോഴത്തെ പേര് തരംഗമ്പാടി, തമിഴ്നാട് എന്നറിയപ്പെടുന്നു. 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്. കുണ്ടറ വിളംബരം 1809, കുളച്ചിൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721, കുറിച്യൽ കലാപം 1810. ഇതിൽ തെറ്റേതാ? കുറിച്യൽ കലാപമാണ്. 1810 തെറ്റ്. കാരണം കുറിച്യ കലാപം നടന്ന വർഷം അറിയാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ കണ്ടതാണ്. 1812 കുറിച്യ കലാപം നടന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ്. 30 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് 2x കേട്ടാൽ മതി. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.